പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തുന്ന നയതന്ത്ര യുദ്ധം അവരെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. തിരിച്ചും ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നിരവധി നടപടികൾ എടുത്തു തുടങ്ങിയിരിക്കുന്നു. പാകിസ്ഥാനിലെ വ്യോമാതിർത്തി അടച്ചിരിക്കുന്നു. ഇനി ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാനിലെ വ്യോമപാതയിലൂടെ പറക്കാൻ കഴിയില്ല എന്നർത്ഥം. തങ്ങളുടെ ആകാശത്ത് നിങ്ങൾ പറക്കേണ്ട എന്ന ഷാഠ്യത്തിലാണ് പാകിസ്ഥാൻ ഉള്ളത്. നോക്കാം, പാകിസ്ഥാന്റെ വ്യോമപാത അടക്കാനുള്ള ഈ തീരുമാനം ഇന്ത്യൻ വിമാന കമ്പനികളെ, ഇന്ത്യയിലെ വിമാനയാത്രക്കാരെ, ഇന്ത്യയുടെ ചരക്കു നീക്കത്തെ എങ്ങനെയെല്ലാം ബാധിക്കും? ഫാക്ട് ആൻഡ് ഫോക്കസ്. പാകിസ്ഥാനിലൂടെ കടന്നുപോകുന്ന വ്യോമപാത ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാന പാതയാണ്. ഡൽഹി അടക്കമുള്ള തന്ത്രപ്രധാനമായ വിമാനത്താവളങ്ങളിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന പാതയാണിത്. ഉത്തരേന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് പടിഞ്ഞാറൻ ലോകത്തേക്ക് സഞ്ചരിക്കുന്ന എല്ലാ വിമാനങ്ങളും പറക്കുന്നത് പാകിസ്ഥാനിലെ വ്യോമപാതയിലൂടെയാണ്. ഇതാണിപ്പോൾ ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് മുന്നിൽ അടച്ചിടുന്നത്. നിലവിൽ ഡൽഹി എയർപോർട്ടിലെ ഫ്ലൈറ്റ് ഷെഡ്യൂളുകൾ പരിശോധിച്ചാൽ തന്നെ സെൻട്രൽ ഏഷ്യ, കോക്കസസ്, വെസ്റ്റ് ഏഷ്യ, യൂറോപ്പ്, UK, നോർത്ത് അമേരിക്ക എന്നീ ഭാഗങ്ങളിലേക്കെല്ലാം പോകുന്ന ഇന്ത്യൻ വിമാനങ്ങളെ, യാത്രക്കാരെ പാകിസ്ഥാന്റെ ഈ നടപടി ബാധിക്കുക തന്നെ ചെയ്യും. ആർക്കെല്ലാം എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലായിട്ടില്ലെങ്കിലും ദിവസങ്ങൾ കൊണ്ട് തന്നെ ടിക്കറ്റ് നിരക്കിലടക്കം പാകിസ്ഥാൻ കൊണ്ടുവന്ന നടപടിയുടെ ആഘാതം കണ്ടു തുടങ്ങും. വിമാന കമ്പനികൾക്ക് അടച്ച വ്യോമപാതയ്ക്ക് പകരം ഇനി താരതമ്യേന ദൈർഘ്യമേറിയ റൂട്ടുകളിലൂടെ സഞ്ചരിക്കേണ്ടി വരും. ഇത് ചെലവ് കൂട്ടും. ഇന്ധന ചെലവ്, സമയദൈർഘ്യം ഇതെല്ലാം പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് ഒരുപക്ഷെ ഉയർന്ന നിരക്കിൽ ടിക്കറ്റ് എടുക്കേണ്ടി വന്നേക്കാം. എന്നാൽ ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് മാത്രമേ പാകിസ്ഥാൻ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതേ റൂട്ടുകളിലൂടെ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വിദേശ വിമാനങ്ങളെ ഈ തീരുമാനം ബാധിക്കാൻ സാധ്യതയില്ല. ചെലവിൻ്റെ കാര്യത്തിൽ അവർക്ക് ഇത് ഗുണമാണ് ചെയ്യുക. ഇന്ത്യൻ വിമാനങ്ങളിൽ ടിക്കറ്റിന് ചെലവ് കൂടുമെന്നതുകൊണ്ട് തന്നെ യാത്രക്കാർ മറ്റു വിമാനങ്ങളെ കൂടുതൽ ആശ്രയിക്കാനാണ് സാധ്യത. ഇങ്ങനെ ഡിമാൻഡ് കൂടുന്നത് ഇന്ത്യയിലേക്കും തിരിച്ചും സർവീസ് നടത്തുന്ന വിദേശ വിമാനങ്ങൾക്ക് ലാഭമാണ്. ഇതാദ്യമായല്ല ഇന്ത്യക്ക് മുന്നിൽ പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമാതിർത്തി അടച്ചിടുന്നത്. ഇതിനു മുമ്പ് 2019 പാകിസ്ഥാൻ ഇതേ പണി ചെയ്തിട്ടുണ്ട്. അന്ന് ബാലക്കോട്ടിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്നാണ് പാകിസ്ഥാൻ ഈ നടപടിയെടുത്തത്. 2019 ഫെബ്രുവരി 26 വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചു. ഒടുവിൽ 2019 ജൂലൈയിൽ വ്യോമാതിർത്തി പൂർണ്ണമായും ആകാശമാർഗം പറക്കാൻ വേണ്ടി തുറന്നു കൊടുത്തു. ജൂൺ ആയപ്പോഴേക്കും വ്യോമാതിർത്തി അടച്ചതുമൂലം ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് 550 കോടിയിലധികം രൂപ നഷ്ടമുണ്ടായതായി അന്നത്തെ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം കണക്കുകൾ പുറത്തുവിട്ടിരുന്നു. ആ വർഷം ജൂലൈ പകുതിയായപ്പോഴേക്കും പാകിസ്ഥാൻ നിയന്ത്രണങ്ങളെല്ലാം പൂർണ്ണമായും നീക്കം ചെയ്തപ്പോഴേക്കും ഈ നഷ്ടക്കണക്ക് ഏകദേശം 700 കോടി രൂപയായിരുന്നു. അന്ന് ദൈർഘ്യമേറിയ റൂട്ടുകളിലൂടെ യാത്ര നടത്തേണ്ടി വന്നു. ഇന്ധന ചെലവ് വർദ്ധിച്ചു. പലപ്പോഴും ഇടയ്ക്ക് ഇന്ധനം നിറക്കാൻ മറ്റു പല രാജ്യങ്ങളിൽ വിമാനം ഇറക്കേണ്ടി വന്നു. അന്ന് പടിഞ്ഞാറൻ മേഖലയിലേക്ക് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നടത്തിയത് നമ്മുടെ എയർ ഇന്ത്യ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് എയർലൈനുകളെ അപേക്ഷിച്ച് അക്കാലത്ത് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ട ഇന്ത്യൻ വിമാന കമ്പനി അതും എയർ ഇന്ത്യ ആയിരുന്നു. അന്നും ഇന്നും യൂറോപ്പിലേക്കും വടക്കേ അമേരിക്കയിലേക്കും ദീർഘദൂര യാത്രകൾ നടത്തുന്ന അൾട്രാ ലോങ് ഹൺ വിമാന സർവീസുകൾ നടത്തുന്ന ഒരേയൊരു ഇന്ത്യൻ എയർലൈൻ കമ്പനി എയർ ഇന്ത്യയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ നടപടിയും ഏറ്റവും കൂടുതൽ ബാധിക്കുക എയർ ഇന്ത്യയെ തന്നെയായിരിക്കും. ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലുള്ള എയർ ഇന്ത്യ ഇന്നലെ തന്നെ എക്സിൽ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ ഖേദിക്കുന്നു. യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് തങ്ങൾ മുൻഗണന നൽകുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് എയർ ഇന്ത്യ എക്സിൽ പോസ്റ്റ് ചെയ്തത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ ഇൻഡിഗോയും പാകിസ്ഥാന്റെ ഈ നടപടിയിൽ നഷ്ടങ്ങൾ നേരിടേണ്ടി വരും. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ മാത്രം ഇൻഡിഗോ നിരവധി ഇന്റർനാഷണൽ നെറ്റ്വർക്കുകൾ അതിവേഗം വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മധ്യേഷ്യയിലേക്കും യൂറോപ്പുമായി അതിർത്തി പങ്കിടുന്ന കോക്കാസസ് മേഖലയിലേക്കുമെല്ലാം ഇൻഡിഗോ വിമാന സർവീസുകൾ പുതുതായി ആരംഭിച്ചിരുന്നു. ഈ പ്രദേശങ്ങളിലെ നിരവധി സ്ഥലങ്ങൾ ഇതെല്ലാം മൂലം ഇന്ത്യക്കാർക്ക് ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി മാറിയിരുന്നു. പാകിസ്ഥാൻ വ്യോമപാത ഉപയോഗപ്പെടുത്തിയാണ് ഇതെല്ലാം മുന്നോട്ട് പോയിരുന്നത്. ഇൻഡിഗോയും ഇന്നലെ തന്നെ എക്സിൽ യാത്രക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. യാത്രക്കാർ ഏറ്റവും പുതിയ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ വിമാനയാത്രയെ പുതിയ തീരുമാനം ബാധിക്കുന്നുണ്ടെങ്കിൽ ദയവായി ഫ്ലെക്സിബിളായ മറ്റു റീബുക്കിംഗ് ഓപ്ഷനുകൾ പരിശോധിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് വഴി റീഫണ്ട് ക്ലെയിം ചെയ്യുകയോ വേണമെന്നാണ് കമ്പനി യാത്രക്കാരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരം മാത്രം ഡൽഹിയിൽ വിമാനത്താവളത്തിൽ നിന്നും അസർബൈജാനിലെ ബാക്കുവിലേക്കും ജോർജിയയിലെ ടെബ്ലിസിയിലേക്കുമുള്ള വിമാനങ്ങളുടെ ദൈർഘ്യം ഇൻഡിഗോ ഏകദേശം 1.5 മണിക്കൂറാണ് നീട്ടിയത്.
ഡൽഹിയിൽ നിന്നും കസാഖിസ്ഥാനിലെ അൽമാറ്റിയിലേക്കുള്ള വിമാനം ഇൻഡിഗോ റദ്ദാക്കുകയും ചെയ്തു. വ്യോമാതിർത്തി അടച്ചിട്ടത് മൂലം എന്തൊക്കെ സാമ്പത്തിക നഷ്ടമുണ്ടാവുമെന്നത് വിമാന കമ്പനികൾ ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. എല്ലാവരും റൂട്ടുകൾ പുനഃക്രമീകരിക്കുന്ന തിരക്കിലാണ്. ഡൽഹിയിലെയും ലക്നൌവിലെയും അമൃത്സറിലെയും മറ്റു ഉത്തരേന്ത്യൻ വിമാനത്താവളങ്ങളിൽ നിന്നെല്ലാം വിമാനങ്ങൾ ഇപ്പോൾ ഗുജറാത്തിലേക്കോ മഹാരാഷ്ട്രയിലേക്കോ വഴിമാറി വന്ന് മറ്റു നാടുകളിലേക്ക് പോകേണ്ടി വരും. എയർ ഇന്ത്യക്കും ഇൻഡിഗോക്കും പുറമെ എയർ ഇന്ത്യ എക്സ്പ്രസ്, ആകാശ് എയർ, സ്പേസ് ജെറ്റ് തുടങ്ങി വേറെയും ഇന്ത്യൻ വിമാന കമ്പനികൾ വെസ്റ്റേൺ ലോകത്തേക്കുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ലക്ഷ്യമിട്ട് നിരന്തരം സർവീസ് നടത്തുന്നവരാണ്. ആയിരക്കണക്കിന് യാത്രക്കാരെയും ടൺ കണക്കിന് ചരക്കുകളെയും വഹിച്ച് പാകിസ്ഥാന് മുകളിലൂടെ നിരന്തരം പറക്കുന്നവരാണ്. ഇതെല്ലാം നിൽക്കുകയാണ്. പകരം റീറൂട്ട് ചെയ്ത വഴികളിലൂടെയായിരിക്കും ഇനി യാത്ര ചെയ്യേണ്ടത്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. വിദ്യാർത്ഥികൾ അടക്കമുള്ളവരെ ഇത് ബാധിക്കും. ചരക്ക് നീക്കത്തിനും തിരിച്ചടിയാവുകയാണ്. ഈ ഭാഗത്തുകൂടി ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ വില കൂടും, കയറ്റുമതി കുറയും. ആദ്യമേ കൂടിയ ടിക്കറ്റ് നിരക്ക് കാരണം പഴി കേൾക്കുന്നവരാണ് നമ്മുടെ വിമാന കമ്പനികളിൽ പലരും. ഇനി പാകിസ്ഥാന്റെ ആകാശം വിട്ട് ഇന്ത്യൻ വിമാനങ്ങളെല്ലാം അറബിക്കടലിന് മുകളിലൂടെ പറക്കുമ്പോൾ യാത്രക്കാരും വിമാന കമ്പനികളും പ്രയാസപ്പെടും എന്ന് പറയാതെ വയ്യ.